ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന റോമിലെ കൊലോസ്യത്തിൽ നിന്നാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ കൊലോസ്യം കാണുവാനായിട്ട് ഇവിടെ വന്നത്. ഏകദേശം 10 വർഷം കൊണ്ടാണ് ഈ കൊലോസ്യം പണിയപ്പെട്ടത്. 3 റോമൻ ചക്രവർത്തിമാരാണ് ഈ കൊലോസ്യം പണിതത്. വെസ്പേഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകനായ ടൈറ്റസ് അഥവാ തീത്തോസ്, ഡൊമേഷ്യൻ. ഈ കൊലോസ്യത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ 50,000 മുതൽ 80,000 വരെ കാഴ്ചക്കാർക്ക് വിനോദം കാണുവാനുള്ള ഒരു ആംബി തിയേറ്ററായിരുന്നു ഈ കൊലോസ്യം. ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ആയിരുന്നു ഈ കൊലോസ്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒരു കഥ ഇവിടെയുണ്ട്. റോമൻ സാമ്രാജ്യത്തിലെ ഭരണകർത്താക്കൾ സുവിശേഷത്തെ നിരോധിച്ചു. സുവിശേഷം പ്രസംഗിക്കുന്നതോ കേൾക്കുന്നതോ, യേശുവിനെ സ്വീകരിക്കുന്നതോ യേശുവിനെ ആരാധിക്കുന്നതോ വധശിക്ഷ ലഭിക്കുന്ന കുറ്റമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ആ കാലങ്ങളിൽ നല്ല ജോലി ഉണ്ടായിരുന്നവർ, പണമുണ്ടായിരുന്നവർ, കഴിവുണ്ടായിരുന്നവർ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട്, സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട്, യേശുവിനെ ആരാധിച്ചതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവരെ കൊന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ചിലരെ തീയിൽ വെളിച്ചത്തിനു വേണ്ടി പന്തം പോലെ കത്തിക്കുമായിരുന്നു. മറ്റു ചിലരെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുമായിരുന്നു. മറ്റു ചിലരെ സിംഹത്തിനും കടുവായ്ക്കും കരടിക്കുമൊക്കെ മുൻപിൽ വലിച്ചെറിഞ്ഞിട്ട് അത് കണ്ട് ആനന്ദിക്കുമായിരുന്നു. പക്ഷേ അന്നത്തെ ക്രൈസ്തവർ യേശുവിനോടുള്ള സ്നേഹം നിമിത്തം ഇതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയുണ്ടായി. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നാമനിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ ഈ വാക്കുകൾ പറയുകയാണ്. അദ്ദേഹം ഇവിടെ വെച്ചാണ് നീറോയുടെ കാലത്ത് കൊല്ലപ്പെട്ടത്. റോമൻ സാമ്രാജ്യത്തിലെ ഭരണകർത്താക്കൾ ഓർത്തു, യേശുവിൽ വിശ്വസിക്കുന്നവരെ കൊന്നാൽ ഈ സുവിശേഷം നിൽക്കുമെന്ന്. റോമൻ സാമ്രാജ്യാധിപന്മാർ ഓർത്തു, സുവിശേഷകരെ ജയിലിലടച്ചാൽ ഈ സുവിശേഷം നിൽക്കുമെന്ന്. പക്ഷേ ഇന്ന് റോമൻ സാമ്രാജ്യമില്ല. റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരില്ല. ആ സീസറും കൈസറുമൊക്കെ നമ്മുടെ നാട്ടിൽ പട്ടികൾക്കിടുന്ന പേരുകൾ മാത്രമാണ്. അവരൊക്കെ ഇവിടെ ഇരുന്ന് ക്രൈസ്തവർ ചാകുന്നത് കണ്ട് സന്തോഷിച്ചവരാണ്. ക്രൈസ്തവർ കൊല്ലപ്പെടുന്നത് കണ്ട് സന്തോഷിച്ചവരാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ചത് മുഖാന്തരം റോമൻ കോടതി ശിക്ഷിച്ച് സിംഹം വലിച്ചു കീറി തിന്നുന്നത് കണ്ട ഈ ഗ്യാലറികളിലിരുന്ന് ആൾക്കാർ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവരെ മരണത്തിനോ പീഡകൾക്കോ വാളിനോ ആപത്തിനോ ഒന്നും പിന്മാറ്റുവാനായി കഴിഞ്ഞില്ല. 2000 വർഷത്തെ ക്രൈസ്തവ ചരിത്രമാണ് അത് പഠിപ്പിക്കുന്നത്. യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്, യേശുവിൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ട്, സുവിശേഷം പറയുന്നത് കൊണ്ട് നിങ്ങൾ നിന്ദിക്കപ്പെടുകയാണോ? പീഡിപ്പിക്കപ്പെടുകയാണോ? ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങളോട് കൂടിയുണ്ട്. കണ്ടാലും യുഗാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കാം എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ധൈര്യമായിരിക്കുക. ഭരണകർത്താക്കളോട് ഒരു വാക്ക്: നിങ്ങൾ റോമൻ ചക്രവർത്തിമാരെക്കാളും അധികാരമുള്ളവരോ കഴിവുള്ളവരോ അല്ല. ആകയാൽ യേശുവിൻ്റെ സുവിശേഷത്തെ നിരോധിക്കാനും യേശുവിൻ്റെ സുവിശേഷം പറയുന്ന ആയുധമില്ലാത്ത പാവപ്പെട്ട ദൈവമക്കളെ അറസ്റ്റ് ചെയ്യുവാനും കൊല്ലുവാനും ജയിലിലടയ്ക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും. പക്ഷെ ചരിത്രം നിങ്ങളെക്കുറിച്ച് എഴുതുന്നത് ആ നീറോയുടെ ജീവിതാന്ത്യവും അദ്ദേഹത്തിൻ്റെ തകർച്ചയും
പോലെ ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. യേശുവിൻ്റെ സുവിശേഷത്തെ ഇല്ലാതാക്കാൻ, തകർക്കാൻ കരുത്തുള്ള ഒരുത്തിനും ജനിച്ചിട്ടില്ല. ഒരു നീറോയും ഒരാളും ജീവിക്കുന്നില്ല, നാളെ ജനിക്കുകയുമില്ല. കാരണം യേശുവിൻ്റെ സുവിശേഷം നാം ശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന ജലവും നാം നിൽക്കുന്ന ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിൻ്റേതാണ്. അത് നീ എതിർക്കുന്നത് മുള്ളിനോട് ഉദയ്ക്കുന്നത് പോലെയാണ്. എന്നാൽ യേശുവിൻ്റെ സുവിശേഷം സ്വീകരിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും ഒരു രാജ്യമുണ്ടെങ്കിൽ രാജ്യത്തിനും ഭരണമുണ്ടെങ്കിൽ ഭരണത്തിനും അനുഗ്രഹമായിരിക്കുമെന്ന് കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.